എല്ലാവർക്കും നമസ്കാരം. നമ്മളിനി വായിക്കാനുള്ളത് സ്കന്ധം 4 അധ്യായം 22 38 ശ്ലോകം മുതലാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമ. ഓം ശ്രീ സരസ്വതി നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രാഭിമോക്ഷയേ വാർത്ത അത്യന്തികതയേഷ്യതേ തൈർവർണ്യോ അർത്ഥോ യദോ നിത്യം കൃതാന്തഭയസംയുധഃ പരേ വരേ ജയേ ഭാവ പുണ്യവ്യതികരാധനോ നദേശാം വിദ്യതേ ക്ഷേമം ഈശവിധ്വംസിതാശിഷാം തത്വം നരേന്ദ്ര ജഗദാമതസ്തുഷാം ച ദേഹേന്ദ്രിയാസു ആത്മാവിരാവൃതാനാം യക്ഷേത്രവിത്തപദയാം ഹൃദി വിശ്വഗാവി പ്രത്യക്ഷഗാസ്തി ഭഗവാൻ സ്തമവേഹി സോസ്മി യസ്മിന്നിദം സദസദാത്മദയാം വിഭാതിം മായാവിവേകവിദുതിം സജീവാഹി ബുദ്ധിഃ തം നിത്യമുക്തപരിശുദ്ധവിബുദ്ധതത്വം പ്രത്യൂണകർമ്മകലില പ്രകൃതിം പ്രപദ്യേ യത്പാദപങ്കജപലാശവിലാസഭക്ത്യാ കർമാശയം ഗ്രഥിതമുദ്ഗ്രഥയന്തി സന്തഃ തദ്വന്നരിക്തമദയോം യദയോഭിരുദ്ധ തോദോ ഗണാസ്തമരണം ഭജ വാസുദേവം കൃശ്രോ മഹാനിഹ ഭവാർണവമപ്ലവേശാം ഷഡ്വർഗനക്രമസുഖേന തിതീരശന്തി തത്വം ഹരേർഭഗവതോ ഭജനീയമഗ്രിം കൃത്വോടുപം വ്യസനമുത്തരദുസ്തരാർണം. മൈത്രേയോവാച സ ഏവം ബ്രഹ്മപുത്രേണ കുമാരേണാത്മേധസാം ദർശിതാത്മഗതി സമ്യക് പ്രശസ്ത്യോവാച തം നൃപഃ. രാജോവാച കൃതോ മേ അനുഗ്രഹ പൂർവം ഹരീനാമാർത്താനുകമ്പിനാം സമാപാദയിതും ബ്രഹ്മൻ ഭഗവൻ യൂയമാഗതാഃ നിഷ്പാദിതശ്ചകാർഷ്ണേന ഭഗവദ്ഭിർഗൃണാലുഭിം സാധുച്ഛിഷ്ടം ഹി മേ സർവം ആത്മനാ സഹ കിം ദദേ പ്രാണാധാരാസുധാ ബ്രഹ്മൻ ഗൃഹാച്ച സബരിച്ചദാഃ രാജ്യം ബലം മഹീഘോഷ ഇതി സർവം നിവേദിതം സൈനാപത്യം ച രാജ്യം ച ദണ്ഡനേതൃത്വമേവ ചാം സർവലോകാധിപത്യം ച വേദശാസ്ത്രവിദർഹതി സ്വമേവ ബ്രാഹ്മണോ ഭുങ്ക്തേ സ്വംവസ്തേ സ്വം ദദാതി ചാം തസ്യൈവാനുഗ്രഹേണാന്നം ഭുജ്യതേ ക്ഷത്രിയാദയഃ യൈരീദൃശീ ഭഗവതോ ഗതിരാത്മവാദേ ഏകാന്തതോ നിഗമമി വിപ്രതിപാദിതാനാ തുഷ്യന്ത്വദഭ്രമ കരുണാ സ്വഹൃദേന നിത്യം കോ നാമ തത്പ്രതികരോതി വിനോദപാത്രം. മൈത്രേയോവാച സ ആത്മയോഗപദയ ആദിരാജേന പൂജിതാഹാം ശീലം തദീയം ശംസന്ത യേ ഭൂവന്മിഷതാം നൃണാം വൈന്യസ്തു ദുര്യോ മഹതാം സംസ്ഥിത്യാധ്യാത്മശിക്ഷയാ ആപ്തകാമമിവാത്മാനം മേന ആത്മന്യവസ്ഥിതഃ കർമാണി ജയതാ കാലം യഥാ ദേശം യഥാ ബലം യഥോചിതം യഥാ വിത്തമകരോദ്ബ്രഹ്മസാത്കൃതം ഫലം ബ്രഹ്മണി വിന്യസ്യ നിർവിശങ്കസമാഹിതഃ കർമാധ്യക്ഷം ച മന്വാന ആത്മാനം പ്രകൃതേ പരം ഗൃഹേഷു വർത്തമാനോഭി സസാമ്രാജ്യാശ്രയാന്യുതഃ ന സജ്ജതേന്ദ്രിയാർത്ഥേഷു നിരഹം മതിരർക്കവത് ഏവമധ്യാത്മയോഗേന കർമാണ്യാനുസമാചരൻ പുത്രാനുത്പാദയാമാസ പശ്ചാത് ശിഷ്യാത്മസത്മദാൻ വിജിതാശ്വം ധൂമ്രകേശം അര്യഷ്ടം ദ്രവിണം മൃഗം സർവേഷാം ലോകപാലാനാം ദദാരേക പ്രിദുർഗുണാൻ
ഗോപീതായ ജഗൽ സൃഷ്ടേ കാലേ സ്വേ സ്വേ അച്യുതാത്മകഃ മനോ മനോവാഗൃത്തിഭിः സൗമ്യേർ ഗുണൈ സംരഞ്ജയൻ പ്രജാ രാജേത്യത്യതന്നാമ ഹേയം സോമരാജ ഇവ വരഃ സൂര്യവദ്യുസൃജൻ ഗൃഹ്ണൻ പ്രതവംശഭുവോ വസു ദുർദർശസ്തേജസേവാഗ്നേ മഹേന്ദ്ര ഇവ ദുർജയാം തിദിക്ഷയാം ദരിതീവ്ര ദൗരിവാഭീഷ്ടദോ നൃണാം സ്പർശതി സ്മയദാ കാമം പർജന്യ ഇവ തർപ്പയൻ സമുദ്ര ഇവ ദുർബോധ സത്വേനാജലരാടിവ ധർമ്മരാടിവ ശിക്ഷായാമാശ്ചര്യേ ഹിമവാനിവ കുബേര ഇവ കോശാഢ്യോ ഗുപ്താർത്ഥോ വരുണോ യഥാകാം മാതരിശ്വേവ സർവാത്മാ ബലേന സഹ സൗജസാം ആവിഷഹത്യയാ ദേവോ ഭഗവാൻ ഭൂതരാടിവഃ കന്ദർപ്പ ഇവ സൗന്ദര്യേ മനസ്വീ മൃഗരാടിവ വാത്സല്യേ മനുവൻ നൃണാം പ്രഭുത്തേ ഭഗവാനജഃ ബൃഹസ്പതിർബ്രഹ്മവാദേ ആത്മവത്വേ സ്വയം ഹരി ഭക്ത്യാ ഗോ ഗുരുവിപ്രേഷു വിശ്വക്സേനാനുവർത്തിഷു ക്രിയാപ്രശ്രയശീലാഭ്യാം ആത്മതുല്യപരോദ്യമേ കീർത്യോർധ്വഗീതയാ പുംഭേ സ്ത്രൈലോക്യേ തത്ര തത്രഃ പ്രവിഷ്ടകർണരന്ധ്രേഷു സ്ത്രീണാം രാമസദാമിവഃ ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ പൃഥുചരിതേ ദ്വാവിംശതിതമോധ്യായഃ. ഓം തത്സത്. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥവും കാര്യങ്ങളും നോക്കാം. നമ്മൾ എവിടെയാണ് നിർത്തിയത്? കഴിഞ്ഞ ഇതിൽ വായിച്ചപ്പോൾ, അതായത് സനൽകുമാരാദി ഋഷീശ്വരന്മാര് എങ്ങനെയാണ് സംസാര ദുഃഖം തീരാൻ എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പോൾ പൃഥു മഹാരാജാവ് സനൽകുമാരാദി ഋഷീശ്വരന്മാരെ കൊണ്ടുവന്ന് പ്രഭാഷണം ചെയ്യിക്കുകയാണ്. അവര് അത് ആർക്ക് വേണ്ടിയായിരുന്നു? ജനങ്ങൾക്ക് വേണ്ടി. അപ്പൊ എല്ലാവരും എല്ലാ ജനങ്ങളും അത് കേൾക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അറിവ് കിട്ടുക. അതിലൂടെ നമ്മുടെ ആ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതം സന്തോഷപ്രദമാവുന്ന. അപ്പൊ ഭാഗവതം എന്തിനാ നമ്മൾ വായിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഓർക്കണം. എന്തിനു വേണ്ടിയാണ് ഭാഗവതമൊക്കെ നമ്മൾ വായിക്കുന്നത്? ഭാഗവതത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റും. അതാണ് എന്തൊക്കെ നമ്മൾക്ക് ഇന്ന് പുറത്തുണ്ടോ അതെല്ലാം ഭാഗവതത്തിൽ, അതൊക്കെ എങ്ങനെ വേണം എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മനുഷ്യൻ ആദ്യം ജനിച്ചപ്പോൾ മനുസ്മൃതി അങ്ങനെയുള്ളതൊക്കെ മനുഷ്യന് വേണ്ടി ഭഗവാൻ കൃഷ്ണൻ മനുഷ്യന്റെ വിഷമങ്ങൾ കണ്ടിട്ട് ആ വിഷമങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് ഭാഗവതം. ഭഗവാന്റെ ഉപദേശങ്ങൾ എന്തിനു വേണ്ടിയുള്ള, അപ്പോൾ അതിനെ നമുക്ക് ഇപ്പോൾ ഭഗവത്ഗീത ആയാലും നമുക്ക് ഭഗവാന്റെ ഉള്ള ഉദ്ദേശത്തിൽ വേണ്ട അതൊരു നമ്മുടെ ഒരു വ്യക്തിത്വ വികസനത്തിനുള്ള പുസ്തകം, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇത് ഭഗവത്ഗീതയും ഇതൊക്കെ ഇന്ന് ലോകം മുഴുവനും ആരാധിക്കുന്നുണ്ട്. അവരൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഭഗവത്ഗീതയിലെ സന്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം എന്തെങ്കിലും ഒരു ഭഗവത്ഗീത പ്രഭാഷണമോ അല്ലെങ്കിൽ സപ്താഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആരും അത് അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. എന്താ കാരണം? അതിനെക്കുറിച്ച് എന്താ പറയുക, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ അങ്ങനെ നമ്മൾ അതിനെ കണക്കാക്കുന്നു. അപ്പോൾ അത് ഒരു ഭഗവാന്റെ സന്ദേശമായി മാത്രമല്ല നമ്മൾ കാണേണ്ടത്, അത് മനുഷ്യൻ എങ്ങനെ സന്തോഷപ്രദമായി ജീവിക്കാം എന്ന് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അതിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഋഷീശ്വരന്മാർക്കൊക്കെ മുമ്പ് രാജാക്കന്മാർക്കും, ഇവർ മഹർഷിമാർക്ക് മാത്രമല്ല, ഇപ്പൊ പൃഥു മഹാരാജാവിന് കിട്ടി അല്ലേ? അദ്ദേഹം ആരായിരുന്നു? രാജാവായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ആ മോക്ഷം കിട്ടി അല്ലേ? ആ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? മനസ്സിന്റെ സന്തുലിതാവസ്ഥ അല്ലെ, ഉള്ളതിൽ സംതൃപ്തി പെട്ടുകൊണ്ട് കർമ്മങ്ങൾ സന്തോഷമായി ചെയ്തുകൊണ്ട് പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ ദുഃഖങ്ങളില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പൊ നമുക്ക് തോന്നുന്നത്രേ ഈ ലോകം എത്ര സുന്ദരമാണ്. അപ്പൊ അവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയല്ലേ. ഈ ലോകത്തിലെ ഒരു പ്രശ്നങ്ങളും വിഷമങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കണം? സന്തോഷമായിട്ട് ജീവിക്കാൻ. അതിനല്ലേ നമുക്ക് പറ്റാത്തത്. എന്താണ് അതിന്റെ കാരണം? മനസ്സിന്റെ
കൺട്രോള് നമ്മുടെ കയ്യിൽ, അതായത് പഞ്ചേന്ദ്രിയങ്ങളുടെ കൺട്രോള് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതെങ്ങനെ നമ്മൾ വരുത്തണം എന്നുള്ളതാണ് എല്ലാ ഭാഗവതത്തിലായാലും ഭഗവത്ഗീതയിലായാലും രാമായണത്തിലായാലും നമുക്ക് അത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ സനൽകുമാരാദി ഋഷീശ്വരന്മാരുടെ തുടർച്ചയാണ്, കഥ തുടരുകയാണ്. അവര് എന്താണ് പിന്നെ പറഞ്ഞത്? തിദിക്ഷ പറഞ്ഞൊരു കാര്യം. എന്താണ് ഈ തിദിക്ഷ എന്ന് പറഞ്ഞാല്? അതായത് ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, തുല്യനിന്ദാസ്തുതിർ മൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതം ഇതമതിർ ഭക്തിമാന്മേ പ്രിയോ നര. എന്താണ് അതിന്റെ അർത്ഥം? ഭഗവാന് പ്രിയപ്പെട്ടവൻ എങ്ങനെയുള്ളവനാണെന്ന് ചോദിച്ചു. അതായത് എങ്ങനെ ഒരു അവസ്ഥയിലെത്തിയാൽ നമുക്ക് സന്തോഷാവാൻ പറ്റും. അതായത് എന്തിലും സന്തുഷ്ടോ ഏന കേനചിത്, അല്ലേ? എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും നമ്മൾക്ക് തുല്യനിന്ദ സ്തുതിർ മൗനിയെന്ന്, നിന്ദയിലും സ്തുതിയിലും നമ്മൾ മൗനമായിരിക്കുക. അതിനെയാണ് തിദിക്ഷയിലേക്ക് വരികയാണ് നമ്മൾ. അതുപോലെ എന്ത് കിട്ടിയാലും സന്തോഷമായിരിക്കുക, കിട്ടിയതിൽ തൃപ്തി ആയിട്ടിരിക്കുക, എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നന്നായിരിക്കുക, ചിലപ്പോൾ മോശമായിരിക്കുക, അങ്ങനെ ആവാതെ എല്ലാ സമയത്തും ഒരുപോലെ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെയാണ് തിദിക്ഷ എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തിദിക്ഷ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടുള്ളൂ. അങ്ങനെയുള്ളവരെ പറ്റി എന്താ പറയുന്നത്? അങ്ങനെയുള്ളവർക്ക് എപ്പോഴും സന്തോഷം, അങ്ങനെയുള്ളവനാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ, അങ്ങനെയുള്ളവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. അപ്പൊ സുഖം വന്നാലും നമ്മളെപ്പോഴും സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരേപോലെ. അപ്പൊ ഈ സുഖവും ദുഃഖവും എന്നൊക്കെ പറയുന്നത് മഴയും വെയിലും പോലെ. കാരണം അത് എപ്പോഴും ആർക്കും സ്ഥിരമായിട്ട് എവിടെയും നിൽക്കില്ല. ഒരു സമയം നമുക്ക് ദുഃഖമായി തോന്നുമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് തന്നെ ഒരു ഈസി ആയിട്ട് വരും. പിന്നെ നമുക്ക് സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും അതിനോടൊരു റിയാക്ഷൻ ഇല്ലാണ്ടാവുന്ന ഒരപ്പുറത്തെ അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? തിദിക്ഷ എന്ന് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെയൊക്കെ ഒരു സോഫ്റ്റ്വെയർ സെറ്റപ്പ് പോലെയാണെന്നും അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മളെ കർമ്മഫലങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ജീവിതം കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ഓരോരുത്തരും എവിടെ ജനിക്കണം എന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല, അല്ലെ? നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സെലക്ഷൻ, അല്ലെ? അപ്പൊ അതുപോലെയൊക്കെയാണോ? നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാതെ കിട്ടിയ ഒരു ജീവിതമാണ് നമുക്ക്. നമ്മുടെ അച്ഛനും അമ്മയും ആരാവണം ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. നമ്മുടെ ജോലി എന്തായിരിക്കണം ഒന്നും നമുക്കറിയില്ല. അപ്പൊ ഓരോരുത്തരും അവരവരുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചാണ് ഭൂമിയിൽ വന്നിരിക്കുന്നത്. അതായത് ഒരു സ്റ്റേജിൽ നാടകം കളിക്കാൻ വന്നതുപോലെയാണ് നമ്മൾ. ഇപ്പൊ ഒരു നാടകം കളിക്കാൻ നമ്മൾ പോയി, അവിടെ നമുക്ക് കരയേണ്ട ഒരു സീനാണെന്ന് പറയും. അപ്പൊ കരയേണ്ട സീൻ വന്നാൽ നമ്മൾ അത് ശരിക്കും കരഞ്ഞഭിനയിച്ചാലേ നമ്മൾക്ക് അതിന്റെ നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുള്ളൂ, അല്ലേ? നന്നായിട്ട് പ്രതിഫലമൊക്കെ കിട്ടുള്ളൂ. അതേസമയം ആ കരയേണ്ട സീനിനെ നമ്മൾ ചിരിച്ചാലോ എന്തായിരിക്കും? എല്ലാവരും കൂക്കി വിളിക്കും, അല്ലേ? പിന്നെ അത് കാണുക തന്നെ ഇല്ല ആരും. അപ്പൊ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അഭിനയത്തിനാണെന്നും അത് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു അഭിനയിക്കുകയാണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അതിനെ അങ്ങ് കൊണ്ടുപോയാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് വിഷമം ഉണ്ടാവില്ല. ശരിയല്ലേ? നമ്മള് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നമ്മൾ കണ്ണിൽ എന്തൊക്കെയൊക്കെ തേച്ചിട്ടൊക്കെയാണ് നമ്മൾ കരയുന്നത്, കണ്ണീര് വരുത്തിയിട്ടൊക്കെ, അല്ലേ? അപ്പോ ഇതിപ്പോ നമുക്ക് ഒറിജിനലായി കണ്ണീര് വരികയാണ്. അപ്പൊ അതിനെയും എൻജോയ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പൊ അങ്ങനെ ഇരുന്നാലേ, പ്രതിസന്ധികൾ വന്നാലേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ? പ്രതിസന്ധികൾ ഉണ്ടെങ്കിലേ ജീവിതത്തിന് അർത്ഥമുള്ളൂ. വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ ഒരു രസം ഉണ്ടാവില്ല അത്ര. അപ്പൊ തിദിക്ഷ ശീലിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ എങ്ങനെയൊക്കെ ആവണം എന്നാ പറഞ്ഞു കൊടുത്തത്? ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ ശില്പിയുടെ കാര്യം പോലെയൊക്കെ. അപ്പൊ അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരാള് ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് വളരെ സന്തോഷത്തോടു കൂടി ആ കർമ്മത്തെ നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുക എന്ന് പറയും. ഇപ്പൊ എന്തെങ്കിലും ഒരു കഥ എഴുതുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതുകയാണെങ്കിലോ, പാടുകയാണെങ്കിലോ, അതുപോലെ ഒരു കറി വെക്കുകയാണെങ്കിൽ പോലും നമ്മൾ അത് എങ്ങനെ ചെയ്യണം? നമ്മൾ അതിൻ്റെ ആ എൻജോയ്മെന്റ് നമ്മൾ അനുഭവിച്ചുകൊണ്ട് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു വസ്ത്രം നെയ്യുകയാണെന്ന് തന്നെ വിചാരിച്ചു, വസ്ത്രത്തിൽ ഡിസൈൻ ഉണ്ടാക്കുക, അതാണ് നമ്മുടെ ജോലി എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഒരാള് വസ്ത്രം നെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് വസ്ത്രത്തില് ഡിസൈൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരാളോട് പോയി ചോദിച്ചു, ഇത്രയും നിങ്ങൾ എന്താ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അയാൾ എങ്ങനെയാണ് ഉത്തരം പറഞ്ഞതെന്ന് വെച്ചാൽ,
എടോ കാണുന്നില്ലേ ഞാനിവിടെ വസ്ത്രം ഉണ്ടാക്കുകയാണത്, എൻ്റെ സമയം എനിക്കടുത്താണ്ട പോകും, ഇത് വിറ്റിട്ട് വേണം എനിക്ക് ജീവിക്കാൻ. അപ്പൊ അയാൾ അടുത്ത ആളുടെ അടുത്ത്, അപ്പൊ അയാളുടെ അടുത്ത് ചോദിച്ചു അത്ര എന്താ ചെയ്യണം നിങ്ങൾ? അപ്പൊ അയാൾ പറഞ്ഞു അത്രേ, ഞാൻ വസ്ത്രം ഉണ്ടാക്കുകയാണ്, ഇനി ഇത് വിറ്റിട്ട് എനിക്ക് ജീവിക്കാനുള്ളതാണ്. അപ്പൊ അയാൾ അവിടെ നിന്നും പോയി, വേറെ ഒന്നും അവർ പറഞ്ഞില്ല. മൂന്നാമത്തെ ആളുടെ അടുത്ത് പോയി. അപ്പൊ അയാളുടെ അടുത്ത് ചോദിച്ചു അത്രേ, നിങ്ങൾ എന്താ ചെയ്യണം? അപ്പൊ അയാൾ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, ഞാനൊരു വസ്ത്രം ഉണ്ടാക്കുകയാണ്, അതിൽ ഡിസൈനൊക്കെ സെറ്റാക്കുകയാണ്, നിങ്ങൾ നോക്കൂ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ നോക്കൂ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ വളരെ സന്തോഷിച്ചാണത്, വളരെ ഇൻട്രസ്റ്റോട് കൂടിയാണ് ഞാനിത് ഉണ്ടാക്കിയത്, എങ്ങനെയുണ്ടെന്ന് നോക്കൂ, നിങ്ങളുടെ അഭിപ്രായം പറയൂ, അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ മൂന്നാമത്തെ ഒരാൾ എങ്ങനെയാണോ ജോലി ചെയ്തത് അതുപോലെ ആയിരിക്കണം നമ്മൾ ജോലി. അപ്പൊ എന്തായി, അയാൾക്ക് അതിന്റെ പ്രതിഫലത്തിന്റെ ആവശ്യമേ ഇല്ല. അയാൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം സന്തോഷത്തോടെ ചെയ്തു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ആനന്ദം അയാൾ അനുഭവിച്ചു. അതായിരിക്കണം നമ്മുടെ ജോലി. അപ്പൊ നമുക്ക് ഒരു ജോലിയും എന്തായിട്ട് തോന്നില്ല, ഈ ജോലി ഇത്തിരി കഷ്ടമാണെന്നോ ആ ജോലി ഇത്തിരി നല്ലതാണെന്നോ നമുക്ക് തോന്നില്ല. ഭഗവാനാണ് നമ്മളിൽ തന്നിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ആ ഒരു എന്താ പറയുക, നാടകത്തിൽ അഭിനയിക്കാൻ വന്ന പോലെയാണെന്ന് പറഞ്ഞപ്പോ നമുക്ക് ചിലപ്പോ ഭഗവാൻ വില്ലന്റെ വേഷമായിരിക്കും തന്നത്, വേറൊരാൾക്ക് നായകന്റെ വേഷമായിരിക്കും. അപ്പൊ ഞാൻ പറയണേ എനിക്ക് വില്ലന്റെ വേഷം വേണ്ട, എനിക്ക് നായകന്റെ വേഷം മതി, എന്നിട്ട് അത് എനിക്ക് അഭിനയിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും. അതാണ്. അപ്പൊ അത് ഭഗവാൻ നിശ്ചയിക്കുന്നത് പോലെയാണ് നീ ആരാവണം എന്ന്. ഇപ്പൊ അതാണ് പറയുന്നത്, കുട്ടികൾക്കൊക്കെ നമ്മളെ ഈ കാര്യങ്ങൾ, ഈ ധ്യാനം ചെയ്യുക എന്നുള്ള കാര്യം അതാണ് ആദ്യം മുതലേ പറഞ്ഞു വരുന്നത്. എന്താണ് ധ്യാനം, ജപം. ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്താവുന്ന പറഞ്ഞാൽ ആ കുട്ടികളിൽ എന്താവണം നമ്മൾ ഭാവിയിൽ എന്താവണം എന്ന് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും. ഇന്നൊക്കെ രക്ഷിതാക്കൾ പറയും പോലെയാണ് കുട്ടികൾ, ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അത് പഠിക്കാൻ പോകും. അപ്പൊ എല്ലാവരും എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എല്ലാവരും ഡോക്ടർ ആവണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. അതായില്ലെങ്കിൽ കുട്ടികളെ അടിച്ചും പഠിപ്പിച്ചും ഒക്കെ അതാക്കാൻ ശ്രമിക്കും. അങ്ങനെയല്ല വേണ്ടത്. കുട്ടികൾക്ക് ആദ്യം തന്നെ എന്ത് കൊടുക്കണം? ആത്മീയ വിദ്യ പകർന്നു കൊടുക്കണം, ഭഗവത്ഗീതയൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാവരും അർജുനന്റെ ഒരു അവസ്ഥ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാ വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ടും അർജുനൻ പതറിപ്പോയി. അതുപോലെയാണ് ഇന്നത്തെ തലമുറ. എല്ലാ തരത്തിലും വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അവര് ജീവിതത്തിന്റെ മുന്നിൽ പതറിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ധാരാളം നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത് പലരും ആത്മഹത്യ ചെയ്യുന്നതും, അതുപോലെ കുടുംബ ജീവിതങ്ങളൊന്നും ശാശ്വതമായി പോകുന്നില്ല, അതൊക്കെ പിരിഞ്ഞു പോണു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്? എന്താണോ വേണ്ടത് അതവർക്ക് ഇല്ലാതായിപ്പോയി. അപ്പൊ അത് മുമ്പ് കുടുംബങ്ങളിലൊക്കെ നാമജപങ്ങളും അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ലാണ്ടാവുകയും ചെയ്തു. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളൊരു പിടി കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് ആ ഒരു ബുദ്ധി കിട്ടുന്നില്ല. അപ്പൊ അതാണ് നമ്മള് ഈ ആധ്യാത്മികതയിലൂടെ, അതായത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ധൈര്യം കിട്ടാനാണ്. നമ്മൾക്ക് എന്ത് നേരിടാൻ, പ്രതിസന്ധികൾ നേരിടാൻ ഉള്ള ആത്മധൈര്യം, അതുപോലെ ഞാൻ എന്താവണം, എന്ത് കർമ്മം ഞാൻ ഈ ലോകത്ത് ചെയ്യണം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരും. അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? എല്ലാവർക്കും ഇപ്പൊ പൈസ കിട്ടാൻ വേണ്ടി മാത്രം കർമ്മം ചെയ്യുക എന്നുള്ള ആ ഒരു ലെവലിൽ വരെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ അല്ലായിരുന്നു മുമ്പുള്ളവർ കർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ആ കർമ്മത്തിൽ ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. എൻ്റെ കർമ്മം ഞാൻ ചെയ്യുന്നത് നന്നാവണം എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താൽ മാത്രമേ ആ കർമ്മത്തിന് നന്മ വരുള്ളൂ. അപ്പൊ കർമ്മം നന്നായി വരികയും ചെയ്യും, അതിന്റെ എൻജോയ്മെന്റ് നമുക്ക് കിട്ടും, മനസ്സംതൃപ്തി കിട്ടും, പിന്നെ പൈസ കിട്ടുന്നത് വേറെ കാര്യം. അപ്പൊ അത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ആദ്യം നമ്മൾ ആലോചിക്കാൻ പാടില്ല. അങ്ങനെ കർമ്മം ചെയ്യണം. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, സൂര്യനെ കണ്ടുപഠിക്കൂ, അതുപോലെ ചന്ദ്രനെയൊക്കെ കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുക. ആരാണ് ഇവിടെ പ്രഭാഷണം ചെയ്യുന്നത്? സനൽകുമാരാദി ഋഷീശ്വരന്മാരാണ്. അത് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അവരിലൂടെ. അപ്പൊ പറയുന്നത് സൂര്യൻ എങ്ങനെയാ ജോലി ചെയ്യുന്നത്? സൂര്യൻ, നമ്മളിപ്പോ നന്നല്ല എന്ന് പറഞ്ഞത് കൊണ്ട് സൂര്യന് ദേഷ്യപ്പെടുകയോ, അതാണ് തുല്യനിന്ദ സ്തുതിർമൗനി സന്തുഷ്ടോ എനകേനചിത് എന്ന് പറയാൻ കാരണം. അതായത് സൂര്യനെ നമ്മൾ എന്ത് ചീത്ത പറഞ്ഞാലും സൂര്യനൊന്നുമില്ല. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. സൂര്യൻ എല്ലാവർക്കും ആർക്കും വിഷഭേദമില്ല. എല്ലാവർക്കും ഒരുപോലെ എന്ത് തരുന്നു? നമുക്ക് ചൂടും വെളിച്ചവും തരും. അതേപോലെ തന്നെ ചന്ദ്രനും. ചന്ദ്രനും, നമ്മൾ ചന്ദ്രനെ ഇഷ്ടപ്പെട്ടാലും ചന്ദ്രനെ ചീത്ത പറഞ്ഞാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, സൂര്യനെയൊക്കെ നമ്മൾ വെയിൽ കാലമായി കഴിഞ്ഞാൽ ചീത്ത പറയാൻ തുടങ്ങും, അയ്യോ എന്തൊരു ചൂടാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലേ? അതുപോലെ മഴക്കാലമായാൽ നമ്മൾ പറയും, ഓ ഇങ്ങനെ മഴ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ അതാ പറയുന്നത്, ശീതോഷ്ണ
സമദുഃഖേഷു സമസംഗ വിവർജിത അങ്ങനെ പറയുന്നുണ്ട്. എന്താണത്? ശീതത്തിലും ഉഷ്ണത്തിലും ഒരേപോലെ ഇരിക്കാൻ. മഴ വന്നാലും വെയിൽ വന്നാലും നമ്മൾ ഒരേപോലെ അതിനെ ഒരേപോലെ സ്വീകരിക്കാൻ. മഴയും നമുക്ക് വേണം, വെയിലും നമുക്ക് വേണം. അതിനെ ഒരേപോലെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. അതിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മൾ ശ്രമിക്കരുത്. അതുപോലെ തന്നെയാണ് സുഖവും ദുഃഖവും. അതിൽ മാറ്റം വരുത്താൻ നമുക്ക് പറ്റില്ല. നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്തിൽ മാറ്റം വരുത്താം? നമ്മളിൽ മാറ്റം വരുത്താം. അല്ലെ? നമ്മൾക്ക് നമ്മളുടെ മനസ്സിനെ മാറ്റിയെടുക്കാം. അത് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മുടെ മുറിയിൽ AC വെച്ചാൽ നമുക്ക് ചൂട് തട്ടില്ല, അല്ലേ? ചൂടും എല്ലാം പുറത്തുണ്ടാവും. അതെല്ലാം പുറത്ത് കാലാവസ്ഥയൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾക്കുള്ളിൽ ഇരിക്കുമ്പോൾ ഒരു തണുപ്പ്, നമ്മൾക്ക് ചൂടൊന്നും അറിയുന്നില്ല. ആ രീതിയിൽ നമ്മൾ മാറണമെന്നും. എങ്ങനെ നമ്മൾ AC റൂമിൽ ഇരിക്കുന്നു അതുപോലെ നമ്മൾ മാറും. നമ്മുടെ മനസ്സിനെയും AC ആക്കണം. നമ്മൾ ശരീരത്തിന് വേണ്ടി AC ഫിറ്റ് ചെയ്യണ പോലെ ആർക്ക് വേണ്ടിയും കൂടി AC ഫിറ്റ് ചെയ്യണം? മനസ്സിന് വേണ്ടി AC ഫിറ്റ് ചെയ്യണം. അപ്പൊ പിന്നെ നമുക്ക് ചൂടായാലും തണുപ്പായാലും ദുഃഖമായാലും സുഖമായാലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എനിക്കതിനപ്പുറത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് എനിക്ക് പോകേണ്ടത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എല്ലാം സമമായി. അങ്ങനെയുള്ളവര് സൂര്യനെ പോലെ കർമ്മം ചെയ്യും. അങ്ങനെയുള്ളവര് ചന്ദ്രനെ പോലെ കർമ്മം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവരൊന്നും അത് ചെയ്യുന്നത്. അപ്പോ അതുപോലെ തന്നെ വായു, വെള്ളം എല്ലാം അങ്ങനെ തന്നെയാണ്. അവരൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായപ്പോ വെള്ളം, വായു ഇവരൊക്കെ ഉണ്ടെങ്കിലേ ജീവജാലങ്ങൾ ഉള്ളൂ, അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. അവരെയൊക്കെ നമ്മൾ ദേവന്മാരായിട്ട് ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി മനസ്സിലാക്കണം. അതായത് ഭൂമിയിൽ ആദ്യം വെള്ളം ഉണ്ടായപ്പോഴേ ജീവജാലങ്ങൾ ഉണ്ടായിട്ടു. അപ്പൊ ഭഗവാൻ അങ്ങനെ ദേവന്മാരായിട്ട് അവരെ തന്നു നമുക്ക്. അവരെ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. അപ്പൊ നമ്മൾ അവരെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുക പറഞ്ഞാൽ ഇങ്ങനെ പൂവിട്ട് പൂജിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. മനസ്സുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രകൃതിക്ക് യാതൊരു ദ്രോഹവും വരാത്ത രീതിയിൽ നമ്മൾ ജീവിക്കും. വെള്ളം മോശമാക്കുന്ന പ്രവൃത്തികളോ വായു മലിനമാക്കുന്ന പ്രവൃത്തികളോ ഒന്നും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മള് ചെയ്യുന്ന പ്രവൃത്തികള് മറ്റുള്ളവർക്ക് ദുഃഖമായിട്ട് ഭവിക്കരുത്. അതാണ് കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്യണം? വിഷമങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ. അപ്പോ ഭഗവാനെ സ്തോത്രോ ഗണാസ്തമരണം ഭജ വാസുദേവം. അപ്പോ ഭഗവാനായ വാസുദേവനെ ഭജിക്കണം. അങ്ങനെ ഭക്തിയിലൂടെയൊക്കെ തന്നെയാണ് നമുക്ക് ആ മോക്ഷം കിട്ടുള്ളൂ എന്ന് പറയുന്നത്. അതായത് ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, മോക്ഷം. ആദ്യം ഭക്തി വേണം. ഈശ്വര വിശ്വാസവും കുറച്ച് ഇതിലേക്കൊക്കെ നമുക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ നാമജപങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജ് എന്തായിരിക്കണം? നമ്മൾ അതിന്റെ അർത്ഥം അറിയാൻ ശ്രമിക്കും. പിന്നെ അടുത്ത സ്റ്റേജ് എന്താണ്? അർത്ഥം അറിഞ്ഞിട്ട് അത് നമ്മുടെ ശരീരത്തിൽ പ്രയോഗിക്കാൻ, നമ്മുടെ മനസ്സിലേക്ക് അതിനെ പ്രയോഗിക്കാനായിട്ട് നമ്മൾ പ്രയോഗിച്ചില്ലെങ്കിൽ പിന്നെ അതിന്റെ ഫലം ഉണ്ടാകും. അതായത് മരുന്ന് വെറുതെ കണ്ടതുകൊണ്ട് നമ്മുടെ അസുഖം മാറില്ല. മരുന്ന് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കലരുമ്പോഴാണ് നമുക്ക് അസുഖം മാറുന്നത്. അതുപോലെ എവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ അനുസരിക്കണം. ഇപ്പൊ നമ്മൾ ധ്യാനം ചെയ്യാൻ പറഞ്ഞു, ജപം ചെയ്യാൻ പറഞ്ഞു, അതൊക്കെ അതേപോലെ അനുസരിക്കണം. കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. ഇപ്പൊ എന്താണ് ഈശ്വരൻ എന്ന് നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരനെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അതെന്തുകൊണ്ട് പറ്റാത്ത? ഇപ്പൊ തിദിക്ഷ വരണം പറഞ്ഞത് മറഞ്ഞിരിക്കുകയാണ്. മായയുടെ രൂപങ്ങളാണ് അതിനെ മറയ്ക്കുന്നത്. മായ എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം, അങ്ങനെ പിന്നെ അതിൻ്റെതായ പിന്നെ വകഭേദങ്ങള്, രാഗദ്വേഷങ്ങള്, അങ്ങനെ പലതും ഉണ്ട്. മതമത്സര്യങ്ങൾ ഉണ്ട്. എത്ര 8 രൂപങ്ങളോ മറ്റോ ആണ് മായ. അത്രയും ഭാഗങ്ങള് നമ്മൾ മനസ്സിലാക്കി അതൊക്കെ തന്നെ നമ്മളിൽ നിന്ന് പോണം. എന്തൊക്കെ പോണം? കാമ, ക്രോധ, ലോഭ, മോഹാദികൾ പോണം, അല്ലെ? അതുപോലെ രാഗം, ദ്വേഷം, ഭയം, പിന്നെ ഇതൊക്കെ പോയിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്? തിദിക്ഷ, അല്ലെങ്കിൽ സുഖകരമായ അവസ്ഥ. ഇത്രയും മാലിന്യങ്ങളെ നീക്കം ചെയ്യണം. അപ്പോഴേ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ? അതായത് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും എന്ന് പറഞ്ഞ് പാടുന്നു, അല്ലേ നമ്മള്? അതുപോലെ 18 പടി കയറിയാലാണ് മോക്ഷം എന്ന് നമ്മൾ പറയും.
അപ്പൊ ഇതൊക്കെ തന്നെയാണ്. പഞ്ചേന്ദ്രിയങ്ങളെ അടക്കുക, കർമ്മേന്ദ്രിയങ്ങളെ അടക്കുക, അതുപോലെ 18 എണ്ണത്തിൽ ഇതൊക്കെ തന്നെയാണ്. 8 മായയുടെ പ്രകൃതികളെ അടക്കുക. അങ്ങനെ 18 പടി കയറുമ്പോൾ ഭഗവാനെ കാണാൻ പറ്റും എന്ന് പറയുന്നത്, ആ സച്ചിദാനന്ദത്തിനെ കാണാൻ പറ്റുന്ന പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഈ കാമക്രോധ ലോഭ മോഹാദി രാഗദ്വേഷ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ വർഷം നമ്മൾ വ്രതമെടുത്ത് പടി കയറില്ലേ, ഓരോ വർഷവും വ്രതമെടുക്കുമ്പോൾ 18 വർഷം കൊണ്ട് മോക്ഷം കിട്ടും എന്ന് പറയും അല്ലേ. അപ്പൊ അതുപോലെ ആ 18 തരത്തിലുള്ള ഈ മായയുടെ രൂപങ്ങളെ നമ്മൾ അടക്കിയിട്ട് നമ്മൾ പുറത്തു വരണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ ദർശനം ഉണ്ടാവും. പിന്നെ ഭഗവാന്റെ ദർശനം എവിടെ കിട്ടുന്നു? നമുക്കുള്ളിൽ കിട്ടും. അപ്പൊ അത് എങ്ങനെ നേടാം, അവിടേക്ക് എങ്ങനെ എത്താം എന്നാണ് നമുക്ക് ആര് പറഞ്ഞു തരുന്നത്? ഇവിടെ ആരാണ് പറഞ്ഞു തന്നത്? സനൽകുമാരാദി ഋഷീശ്വരന്മാർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനോടൊപ്പം നമുക്ക് സംശയങ്ങളൊക്കെ വരും അല്ലേ. അപ്പൊ സംശയങ്ങൾ നിവാരണത്തിനായിട്ടാണ് നമ്മൾ പുസ്തകങ്ങളിലെ അർത്ഥസഹിതം വായിക്കണം, പ്രഭാഷണങ്ങൾ കേൾക്കണം. നിറയെ ഇപ്പൊ നമുക്കത് എളുപ്പം കിട്ടും അല്ലെ. മുമ്പൊക്കെ പുസ്തകം നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വായിക്കലായിരുന്നു. ഇന്നിപ്പോ പുസ്തകം വായിക്കല് ആൾക്കാർക്ക് കുറഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ യൂട്യൂബിലുണ്ട്. ഇപ്പൊ യൂട്യൂബിലായാലും നമുക്ക് നിറയെ പ്രഭാഷണങ്ങൾ വരാം. അപ്പൊ അതെല്ലാം കേൾക്കുക. ഒന്നെന്നെ കേട്ടോണ്ടിരിക്കണമെന്നില്ല, എല്ലാം കുറച്ച് കേൾക്കുക. അപ്പൊ അങ്ങനെ എല്ലാം കേൾക്കുമ്പോൾ എല്ലാ പുസ്തകങ്ങളും കിട്ടുകയാണെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് വായിക്കുക. അങ്ങനെ നമുക്ക് കുറച്ച് അറിവ് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു സച്ചിദാനന്ദത്തിലേക്ക് എത്തണമെന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ പൃഥുരാജാവിനും അങ്ങനെ എത്തി. അപ്പൊ നമ്മൾ അതങ്ങനെ തുടർന്നുകൊണ്ട് വരുമ്പോൾ നമ്മൾ വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നമുക്കത് ഉറച്ചിരിക്കണം. അതാണ് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ ഇതൊക്കെ ചെയ്യണം. അപ്പോഴേ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനും സന്തോഷമായിട്ട് ശരീരം വെടിഞ്ഞു പോകാനും പറ്റണം. കാരണം മരണഭയമാണ്. ഈ നമ്മൾ പറഞ്ഞ കാമക്രോധ ലോഭ മോഹാദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഭയമാണ്. ആ ഭയം ഇല്ലാണ്ടാവണം, മരണഭയം ഇല്ലാണ്ടാവണം. അതിൽ ഏറ്റവും പ്രധാനം മരണഭയമാണ്. ഒരു പുഴു തൊട്ട് എല്ലാ ജീവജാലങ്ങൾക്കും മരണഭയമാണ്. ആ മരണഭയത്തിൽ നിന്നുകൂടി നമ്മൾ മോചനം നേടിയാലേ നമുക്ക് സന്തോഷമായിട്ട് ജീവൻ വെടിയാൻ, അതായത് നരകിക്കാണ്ട് മരിക്കാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ആർക്ക് കൂടി പറഞ്ഞു കൊടുക്കുകയാണ്? എല്ലാ പ്രജകൾക്കും പൃഥു മഹാരാജാവ് അങ്ങനെ പറഞ്ഞു കൊടുത്തു. സ്വയം അത് മനസ്സിലാക്കി. ഇനി അടുത്ത അദ്ദേഹത്തിൽ പറയുന്നത് വെച്ചാൽ തൻ്റെ ഈ പൃഥുരാജാവ് തൻ്റെ മക്കൾക്കൊക്കെ മക്കളുണ്ടായിരുന്നു. വിജിതാശ്വൻ, ധൂമ്രകേശൻ, ഹര്യസ്ഥൻ, ദ്രവണൻ, ഋഗൻ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ മക്കളുണ്ട്. ആ മക്കളുടെ കയ്യിൽ രാജ്യം ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം തപസ്സിന് പോയിട്ട് പിന്നെ അദ്ദേഹത്തിന് മോക്ഷം കിട്ടും. അപ്പൊ പൃഥു അത് ചെയ്യുന്നു, ഒപ്പം മറ്റുള്ളവർക്ക് കൂടി കിട്ടട്ടെ എന്ന് പറഞ്ഞ് എല്ലാവർക്കും അതിനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതാണ് ഇതുവരെ നമ്മൾ നോക്കിയത്.